ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും തേങ്ങയുടെയും നേന്ത്രപ്പഴത്തിൻ്റെയും മാങ്ങയുടെയും ഒക്കെ കുഴക്കട്ട കഴിച്ചിട്ടുണ്ടാകും. ഇത് പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു കുഴക്കട്ട ഉണ്ടാക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോവാം. പൈനാപ്പിൾ കുഴക്കട്ടയ്ക്ക് വേണ്ടി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. പൈനാപ്പിൾ കുഴക്കട്ട നല്ല ടേസ്റ്റാണ്. സാധാരണ എല്ലാവരും തേങ്ങ മാത്രം വെച്ചിട്ടുള്ള കുഴക്കട്ടയല്ലേ ഉണ്ടാക്കുക. പൈനാപ്പിൾ കുഴക്കട്ട അതിൻ്റെ പൈനാപ്പിൾ കടിക്കുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് ആ കുഴക്കട്ടയ്ക്ക് ഉണ്ടാവുക. ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കുക. പൈനാപ്പിളിലെ വെള്ളമൊക്കെ വന്ന് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അങ്ങനെ നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇതൊന്ന് വെന്താൽ മാത്രം മതി. കൂടുതൽ വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. കടിക്കണേ ഇങ്ങനെ. ഇനി ഇതിലേക്ക് ശർക്കര ചേർക്കാം. ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. 1 ടീസ്പൂണ് പശുവിനെ ചേർക്കാം. 1 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർക്കാം. ഏലക്കാപ്പൊടിക്ക് പകരം പൈനാപ്പിളിൻ്റെ എസൻസ് ചേർക്കാം. അപ്പം നല്ല പൈനാപ്പിളിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടും. നല്ല ടേസ്റ്റും ഉണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം. പൈനാപ്പിളും തേങ്ങയുടെ ഇതായിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ കുഴക്കട്ടയാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും. കുറച്ചും കൂടി വെള്ളമുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് മാറ്റി വെക്കണം. ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിക്കാം. ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂണ് ഗീ ചേർക്കാം. ഗീക്ക് പകരം ഓയിൽ ചേർത്താലും മതി. നല്ലൊരു ടേസ്റ്റ്. ഗീ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് പത്തിരിപ്പൊടി ചേർക്കാം. നല്ല നൈസായിട്ടുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കളറ് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് പൈനാപ്പിൾ ആയതുകൊണ്ട് കുറച്ച് കളർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കാം. ഇതിന് നന്നായിട്ട് കുഴച്ചെടുക്കാം. തണുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം ഇങ്ങനെ ബോളാക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് ഇതുപോലെ ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂണ് മിക്സ് നിറയ്ക്കും. മോദകത്തിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ആയിട്ടുണ്ട്. ടൂത്ത്പിക്ക് കൊണ്ട് ആ ഒരു ഷേപ്പാക്കാം. ഇനി അച്ചുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ അകത്ത് ആക്കിയാലും മതി. ഇപ്പോൾ അച്ചില്ല, അതുകൊണ്ട് ഇതുപോലെ മോദകത്തിൻ്റെ ഷേപ്പാക്കാം.
ബാക്കിയുള്ളതും അതുപോലെ ചെയ്തെടുക്കാം. കൊഴക്കട്ട എല്ലാം ഇതിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. കൊഴക്കട്ട ഉണ്ടാക്കുന്നത് റൈസ് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാ എങ്ങനെയാണ് സ്റ്റീം ചെയ്യുന്നത് അതുപോലെയും സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഒരു 20 മിനിറ്റ് ആവി കയറ്റിയിട്ട് എടുക്കാം. നല്ല കൊഴക്കട്ട റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ പൈനാപ്പിൾ കൊഴക്കട്ടയാണിത്. എപ്പോഴും നമ്മൾ തേങ്ങ കൊഴക്കട്ടയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഇതുപോലെ നേന്ത്രപ്പഴമെല്ലാം ഉണ്ടാക്കുന്ന പോലെ പൈനാപ്പിൾ കൊണ്ടും കൊഴക്കട്ട ഉണ്ടാക്കാം. കുറച്ച് പിസ്ത വെച്ച് ഡെക്കറേഷൻ ചെയ്യും. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ നന്നായി കവറൊക്കെ ചെയ്തിട്ട് ഇതിൽ പൈനാപ്പിളും ഒക്കെ കുറച്ചും കൂടി പൈനാപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. ഈ പൈനാപ്പിൾ കൊഴക്കട്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.